താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിൽ തിരിച്ചെത്താം. നിർമ്മൽ എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, സ്കോട്ട് ബെസന്റ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പരാമർശം നമ്മൾ ചർച്ച ചെയ്തു. മറ്റൊന്ന് ഫോക്സ് ടി വി ആങ്കറുമായി നടത്തിയ ഒരു ചർച്ചയാണ്. അതിൽ അമേരിക്കയിൽ ഇപ്പോൾ തന്നെ ജയശങ്കർ നടത്തിയിട്ടുള്ള പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് അങ്ങനെയാണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമേരിക്ക റിഫൈൻഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെക്കൂ എന്ന പരാമർശം അവിടെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതിനെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ സ്കോട്ട് ബെസന്റ് തന്നെ സൂചിപ്പിച്ചത് ഒരു വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തും എന്ന സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാഷ്ട്രമാണ് എന്ന കാര്യം സമ്മതിക്കേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഇതൊരു പോസിറ്റീവ് സൂചനയാണോ? സമ്മർദ്ദം വിലപ്പോവില്ല എന്ന് കണ്ടാൽ അമേരിക്കയ്ക്ക് തന്നെ ഒരു കരാറിലേക്ക് എത്തേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കത് അനിവാര്യമാണ് എന്ന ഒരു സാഹചര്യവും സൂചനകളും അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇവൻച്വലി ഇപ്പം ഏതൊരു മാർക്കറ്റും എന്ത് ഡിസ്റപ്ഷൻ ഉണ്ടായാലും അത് സ്റ്റെബിലൈസ് ആവും, നാച്ചുറലി സ്റ്റെബിലൈസ് ആവുന്ന ഒരു രീതി മാർക്കറ്റ്സിനുണ്ട്. ഇപ്പൊ നേരത്തെ ശ്രീ രാഘവൻ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഡിസ്റപ്ഷന് ചിലപ്പോൾ ഒരു 2-3 മാസമേ നമുക്ക് ഡിഫിക്കൽട്ടി വരുള്ളൂ. ഇപ്പൊ ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുള്ള 1-2 എക്സ്പോർട്ടേഴ്സ് ഒക്കെ ട്രംപിന്റെ ഇനിഷ്യൽ 25% ടാരിഫിന്റെ സമയത്ത്, അതായത് ഏപ്രിൽ സമയം മുതൽ തന്നെ അവർ പുതിയ മാർക്കറ്റ്സ് തേടിയിരുന്നു. ഡൊമസ്റ്റിക്കലി ഇതെങ്ങനെ വിൽക്കാം, അതെങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ എത്തിക്കാം, എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ഒരുപാട് എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മിറ്റിഗേഷൻ സമയം അല്പം കൂടെ കുറവാണ്. പക്ഷെ ഇപ്പം മുതൽ ഈ ഒരു ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു 3-4 മാസം റിക്കവർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുമായിട്ട്, വലിയ രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സിന്റെ സംസാരം നടക്കുന്നുണ്ട്. UK ആയിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു, സൈൻ ചെയ്യണം. കാനഡയുമായിട്ട് നടക്കുന്നു, ഓസ്ട്രേലിയയുമായിട്ട് സൈൻ ചെയ്തു. അങ്ങനെ പല പല ആവന്യൂസ് ഉണ്ട്. പക്ഷെ പ്രശ്നം ഇന്ത്യ എത്ര നാളും ഇത് പിടിച്ചു നിൽക്കും. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചത് സീ ഫുഡ് മാർക്കറ്റിന്റെ മാത്രം കേസാണ്. എത്രയോ മേഖലകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പം മെഷീനറി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ജുവലറി ആയിക്കോട്ടെ, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാ മേഖലകളിലും ബാധിക്കുന്നത് കൊണ്ട് തന്നെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതനുസരിച്ചാണ് അമേരിക്ക എത്രത്തോളം മുന്നോട്ട് വരും എന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്, അമേരിക്ക മുന്നോട്ട് വരുന്നത് എന്തിനായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർ മുന്നോട്ട് വരുന്നത് അവരുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യ ഒപ്പുവെക്കുമ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ടേംസ് അല്ലാതെ അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടേംസിൽ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കണം എന്നുള്ള കണ്ടീഷനിലായിരിക്കും അമേരിക്ക മുന്നോട്ട് വരിക. ഇന്ത്യ അല്പം ട്രിക്കി സിറ്റുവേഷനിലാണെന്നുള്ളത് അവർക്കറിയാം. ഇപ്പൊ പലരും നമ്മൾ രാജ്യസ്നേഹികളായതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഉയർത്തിപ്പിടിച്ച് തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇന്ത്യ ഒരു സോഫ്റ്റ് ടാർഗറ്റായി മാറിയിരിക്കുകയാണ് അൺഫോർച്ചുനേറ്റ്ലി. കാരണം ഇന്ത്യക്ക് ചൈനയുമായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ചൈന എത്രത്തോളം സ്വീകാര്യമായ ഒരു ഓപ്ഷനാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തില് അവസാന വാക്ക് തന്റെയാണെന്ന് വാദിച്ച ട്രംപിനെ പിന്തള്ളി നമ്മൾ പോകുന്ന ആരുടെ അടുത്തോട്ടാണ്? ചൈനയുടെ അടുത്തോട്ടാണ്. ചൈന ആരാണ് പരസ്യമായി ഇത്ര വർഷങ്ങൾ എത്ര കോൺഫ്ലിക്റ്റ് ആണ് അത് നടന്നപ്പോഴും പാകിസ്ഥാനെ പരസ്യമായി UN-ലും രഹസ്യമായി പിന്നിൽ നിന്നും സഹായിച്ച ചൈനയോടൊപ്പവും കഴിഞ്ഞ 10 വർഷത്തിൽ 2013, 14, 17, 20 ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് കോൺഫ്ലിക്റ്റ് വന്ന അതേ ചൈനയോടൊപ്പമാണ് നമ്മളിപ്പോ തിരികെ ട്രേഡിന് പോകുന്നതെങ്കിൽ അത് ഇന്ത്യയുടെ ഗതികേടാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷെ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ആകാൻ കാത്തിരുന്നാൽ നാച്ചുറലി ഇന്ത്യക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റും. ഇനിഷ്യലി ലോസസ് ഉണ്ടാവും, നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ ലോസസും സ്റ്റെബിലൈസ് ആകും, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതിനുള്ളിൽ ഞാൻ അവിടെ ഇടപെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ നിർമ്മൽ. ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ചൈനയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തയുണ്ട്. പക്ഷേ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഷീ ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് അത് എന്ന് വാർത്തകളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു യോജിക്കൽ, അല്ലെങ്കിൽ ഇപ്പോൾ സാധ്യമായ ഇടങ്ങളിൽ യോജിച്ചു പോവുക എന്നത് ഇന്ത്യയുടെ മാത്രം ഒരു ആവശ്യമാണോ? അത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ചൈനയോട് കീഴ്പ്പെടുന്നതായോ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ അതിനെ കാണേണ്ടതുണ്ടോ? ഇവിടെ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുക എന്നത് രണ്ടുപേരുടെയും ആവശ്യമായി വരുമ്പോൾ പൊതുശത്രു എന്ന് പറയുമ്പോഴും ഇന്ത്യയും ഒരു ചെറിയ രീതിയിൽ ശത്രുവാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് മിത്രമല്ല എന്നെങ്കിലും പറയേണ്ടി വരും. അപ്പൊ അവിടെ ഈ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ത്യക്ക് ലെറ്റ്സ് സേ നമ്മൾ ചൈനയോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെ മറ്റ് രാജ്യങ്ങളോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് വിചാരിക്കുക. അവിടെയും ചലഞ്ചസ് ഉണ്ട്. ഇപ്പം ഇപ്പൊ തുണിത്തരങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് സംഭവിച്ചൊരു കാര്യം പറയാം, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അമേരിക്കയിൽ നിന്ന്
നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആരോടെങ്കിലും കൊണ്ടുവരാൻ പറയുക, നിങ്ങളുടെ സൈസും കാര്യങ്ങളും പറയുക. ഒരുപക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ പുറത്തിട്ടുകൊണ്ട് നടക്കാൻ അറയ്ക്കുന്ന ഒരു കളറും ഒരുപക്ഷെ ഷോൾഡറൊക്കെ തൂങ്ങിയ സൈസും ഒക്കെ ആയിട്ട് അത് മിസ്മാച്ച് ആയിരിക്കും ഒരുപാട്. കാരണം അപ്പൊ അത് വെറും തുണിയുടെ കേസിലാണെങ്കിൽ ഫുഡിന്റെ കേസിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീ ഫുഡിന്റെ കേസിൽ എന്തായിരിക്കും, മറ്റ് പ്രോഡക്ട്സിന്റെ കേസിലൊക്കെ വലിയൊരു മിസ്മാച്ച് ഉണ്ട്. ഇപ്പൊ ജുവലറി ഒരു ഉദാഹരണം പറയാം. അമേരിക്കയിലോട്ട് നമ്മൾ കയറ്റി അയക്കുന്ന ജുവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ആയിട്ട് അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി രീതിയിലുള്ള ജുവലറിയാണ്. ഇത് പെട്ടെന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറഞ്ഞ് നേരെ ചൈനയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിറ്റ് പോകണമെന്നില്ലെന്നല്ല, വിറ്റ് പോകില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി കസ്റ്റം മെയ്ഡ് ആയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസോ അല്ലെങ്കിൽ അതിനുള്ള മെഷീനറി ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഈവൻ ചൈന പോലും നമുക്ക് മൊത്തത്തിൽ അഡ്വാൻറ്റേജസ് ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതിൽ ട്രേഡ് ഓഫ് എടുത്ത് നോക്കിയാൽ ഇന്ത്യക്ക് ഒരു ആശ്വാസമാണ് ചൈന. കാരണം ചൈന ഒരു വലിയ മാർക്കറ്റാണ്. US-ആയിട്ടുള്ള ഈ പ്രശ്നത്തിൽ നമുക്കുള്ള പ്രശ്നം എന്താണ്? കാരണം US 340 മില്യൺ വരുന്ന ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യക്ക് അതിനെ റിപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വലിയ മാർക്കറ്റ് ഇല്ല. അടുത്തുള്ള മാർക്കറ്റ് ചൈനയാണ്. നമ്മൾ ഗതികേട് കൊണ്ട് അങ്ങോട്ട് പോകുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനുള്ള സംസാരം നടക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് അത് ഒപ്പുവെക്കുന്നു കരുതുന്നു. അങ്ങനെയെങ്കിൽ ഗ്രാജുവലി യൂറോപ്യൻ യൂണിയനാണ് 450 മില്യണോളം വരുന്ന പോപ്പുലേഷനാണ്. ഐഡന്റിക്കൽ ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള ഒരു മാർക്കറ്റാണ്, കൊക്കേഷ്യൻ മാർക്കറ്റാണ്. അപ്പൊ അങ്ങോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോങ് ടേമിൽ നമുക്കൊരു ആശ്വാസമാകും. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ശ്രീ രാഘവൻ പറഞ്ഞ പോലെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. എത്ര നാൾ പിടിച്ചു നിന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയാൽ ആ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാരലലി മറ്റു മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ്, നാളെ ട്രംപ് 3.5 വർഷം ഇനിയും ബാക്കിയുണ്ട്, നാളെ 2027-ലോ 28-ലോ ഇതേ ത്രെറ്റ് ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് ഭയക്കേണ്ടതില്ല എന്ന സ്റ്റേജിലേക്ക് ഇന്ത്യ വളരാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെ കാണാം. ശരി, എന്തായാലും നമ്മൾ താരിഫുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അന്നുള്ള ഒരു ആത്മവിശ്വാസം നിർമ്മൽ എബ്രഹാമിന് ഈ ഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം അന്ന് വളരെ കോൺഫിഡൻ്റ് ആയി നമ്മൾ ഇതിനെ മറികടക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എങ്കിൽ ഇന്ന് 2ാം ദിവസമാകുമ്പോൾ തന്നെ അല്പം ആത്മവിശ്വാസക്കുറവ് എനിക്ക് നിർമ്മലിൻ്റെ വാക്കുകളിൽ തോന്നുന്നുണ്ട്. അത് ഒരു പക്ഷേ പ്രതീക്ഷിച്ചതിലും വലിയ ആഘാതം ഇപ്പോൾ ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും 2ാം ഘട്ടത്തിൽ ക്ലാരിഫൈ ചെയ്യാം. 10 സെക്കൻഡ് പറഞ്ഞോളൂ. അതെ, അതായത് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചാൽ ട്രംപിന്റെ കേസിൽ ഇപ്പൊ ചൈനയായിട്ടൊക്കെ നമ്മൾ കണ്ടു 75%, 85%, 125%, 250%-ത്തിലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും ട്രംപ് ഇവൻച്വലി ഒരു ഡീലിലേക്ക് എത്തി. പക്ഷെ ഇവിടെ നടക്കാതെ പോയത് എന്താ? ഈ ഓഗസ്റ്റ് 27-ന് മുന്നേ ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ടോക്കിനായിട്ട് അമേരിക്കൻ ഒഫീഷ്യൽസ് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ടോക്ക് നടന്നില്ല. എന്റെ ഒരു പ്രതീക്ഷ ആ ടോക്ക് നടന്നിരുന്നെങ്കിൽ ഈ 50% ടാരിഫ് അടിച്ചമർത്തുന്ന സ്റ്റേജിലോട്ട് നമ്മൾ പോകില്ല എന്നുള്ളത്. അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ നിർമ്മല യഥാർത്ഥത്തിൽ? കാരണം 4 തവണയെങ്കിലും ട്രംപ് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഒരു പക്ഷേ അതൊരു സമ്മർദ്ദ തന്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീലിലേക്കുള്ള ഒരു നീക്കുപോക്കോ ആയിരിക്കാം. പക്ഷേ മോദി തയ്യാറായിട്ടില്ല എന്നതാണ് ആ വാർത്ത. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അതൊരു മോദി ഫാൻസ് ഒക്കെ വലിയ ക്രെഡിറ്റായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ പോലും അത് അറ്റൻഡ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു കോൾ ആയിരുന്നു. നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാളെ മുതൽ ടാരിഫ് എഫക്റ്റിൽ വരാൻ പോവാണ്. ഇന്ന് ഞാൻ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് ഒഴിവാക്കാം എന്നേ ട്രംപ് പറയുള്ളൂ. അവിടെയും മോദി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നെഗോഷിയേഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പവർ ഗെയിമിൽ ഒരു തോൽവി നമുക്ക് സംഭവിച്ചു എന്ന് എക്സ്പോസ്ഡ് ആകേണ്ടി വന്നേനെ. അതായിരിക്കും ഒരുപക്ഷെ എടുക്കാതിരുന്നത്. എന്തായാലും ആ സമയത്ത് എടുത്തിരുന്നെങ്കിലും ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലോട്ട് പോകുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് നിർത്തിവെച്ചതെന്ന് ഏതാണ്ട് 50 തവണ തുറന്നു പറയുന്ന ട്രംപ് ആ ഫോണെങ്ങാനും എടുത്തു പോയാൽ ചർച്ച എന്താണെന്ന് പോലും പുറം ലോകം അറിയത്തില്ല. ട്രംപ് പറയുന്നത് നമ്മളും വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പ്രിൻസ് ജോർജ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളിപ്പോഴും സമാധാനത്തോടുകൂടി ചിരിച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം. അപ്പോഴും അഫക്റ്റഡ് ആകുന്ന ഒരുപാട് മേഖലകളുണ്ട്. നോക്കൂ, നമ്മുടെ GDP-യെ 1% വരെ എങ്കിലും കുറയ്ക്കും